പള്ളിയുടെ ഓരോ മോഡൽ കരികളെയും കോടിക്കൊണ്ട് ഈ വഴിക്കാരുടെ കടന്നു വരികയാണ്. ആശീർവദിക്കുന്നവയെ അനുഭവത്തിൽ ആശീർവദിക്കുന്നത് അനുഗ്രഹിക്കണമേ. അനുമോദനത്തിന്റെ ഒരായിരമേ പ്രിയപ്പെട്ടവരെ. പതിറ്റാണ്ടുകളെ കൊണ്ട് 10,000 പഠിച്ചിറങ്ങിയ പകലിന്റെ കാലില്ല വിദ്യാർത്ഥിയുടെ ഷജലിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ 1 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കുകയാണ്. എല്ലാവരെയും മൗന ആചരണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഏറെ പ്രൗഢമായ വിജയാരവം 2025 നിങ്ങളോട് ആദരണീയ അധ്യക്ഷൻ ടി കെ കുഞ്ഞമ്മദ്, നമ്മുടെ
ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ റൂറൽ SP ബൈജു സർ IPS, ചരിത്രകാരനും MJ സ്കൂളിലെ മുൻ അധ്യാപകനുമായ ഹരീന്ദ്രൻ സർ, മുഖ്യരക്ഷാധികാരി തയ്യിൽ കുഞ്ഞബ്ദുള്ളാജി, കൂടെ എൻ്റെ സഹപ്രവർത്തകരും ടീം വില്യാപ്പള്ളിയുടെ മെമ്പേഴ്സുമായ എല്ലാ ടീം അംഗങ്ങളും, അതുപോലെ ഈ മിന്നും വിജയത്തിൽ പിന്നെ പ്രതീക്ഷ അധ്യാപകന്മാർ, രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, വളരെയധികം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന വളരെ സന്തോഷകരമായ മഴ പോലും മാറി നിന്നൊരു, നമ്മൾ ഇന്ന് രാവിലെ പോലും ചിന്തിച്ചില്ലേ മഴ ഇതുപോലെ മാറി നിൽക്കുന്നത്. ദൈവം കനിഞ്ഞു നൽകിയ ഈ സമയത്ത് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കഴിഞ്ഞ 41 വർഷമായി വില്യാപ്പള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിരവധി നേട്ടങ്ങൾ നമുക്ക് നൽകിയ MJ സ്കൂളിലെ 2024-25 SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ടീം വില്യാപ്പള്ളി നൽകുന്ന അനുമോദന ചടങ്ങായി വിജയാരവം ആണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ SLC പരീക്ഷയിൽ ഈ വർഷം കേരളത്തിലെ 10 സ്കൂളിൽ ഒന്നാം നമ്മുടെ MJ ഹൈസ്കൂളിൽ സാധിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഈ വർഷം ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയ MJ സ്കൂളിലാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയ വർഷമാണ് ഈ വർഷം. 788 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൽ മുഴുവൻ പേരും പാസ്സായിട്ടുണ്ട്. അതിൽ പല കുട്ടികളും A+കളൊക്കെ നഷ്ടപ്പെട്ട് 1-2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ആദരിക്കുന്നത് ടീം വില്യാപ്പള്ളി തീരുമാനിച്ചത്. നമ്മുടെ കുട്ടികൾ പല കഴിവുള്ള കുട്ടികളാണ്. ആ കുട്ടികളെ നമ്മൾ അനുമോദിക്കണം, അംഗീകരിക്കണം, ആദരിക്കണം എന്ന തിരിച്ചറിവിലാണ് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗം നിയന്ത്രിക്കുന്ന ആദരണീയ അധ്യക്ഷൻ കുഞ്ഞുമത് കപ്പീനവിട ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ബൈജു സാർ IPS കാലിക്കറ്റ് പോലീസ് മേധാവിയാണ്. ബൈജു സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടെ അനുമോദന പ്രഭാഷണം നടത്തുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കനായ ഹരീന്ദ്ര മാഷ്, നമ്മുടെയൊക്കെ മാഷായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാരനാണ്. ഹരീന്ദ്ര മാഷ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എൻ്റെ ടീം, ഞാനടങ്ങുന്ന ടീം വില്യാപ്പള്ളിയുടെ മെമ്പേഴ്സിൻ്റെ എല്ലാവരെയും ഞാൻ ഒറ്റവാക്കി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടുകൂടി ഈ യോഗം നിയന്ത്രിക്കാൻ വേണ്ടി കുഞ്ഞുമ്പക്ക് അധ്യക്ഷൻ TK കുഞ്ഞുമ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സുന്ദര മുഹൂർത്തത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്, എനിക്ക് നിങ്ങളോട് ഈ സുന്ദര മുഹൂർത്തത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഈ മികച്ച വിജയം നാട്ടുകാർക്ക് ഹൃദയാഭിമാനം ഉണ്ടാക്കി കൊടുത്ത ഒന്നാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണ ബുദ്ധിയും ആണ് ഈ വിജയത്തിന് നിദാനം. സ്നേഹനിധികളായ അധ്യാപകന്മാരുടെ കരുത്തുറ്റ പിന്തുണ നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. നിങ്ങൾ ഒരു യാത്രയുടെ തുടക്കത്തിലാണ്. കൂടുതൽ ഉത്സാഹത്തോടെ മുന്നേറുക, സമർപ്പണവും നിലനിർത്താൻ ശ്രമിക്കുക. എപ്പോഴും ഞങ്ങൾ ടീം വില്യാപ്പള്ളി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും എൻ്റെയും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ജയ് ടീം വില്യാപ്പള്ളി. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ PT കുഞ്ഞിനം, വേദിയിലും സദസ്സിലുമുള്ള അധ്യാപകരെ, അനധ്യാപകരെ,
ടീം വില്യാപ്പള്ളിയുടെ അംഗങ്ങളെ, എന്നെ കേൾക്കുന്ന MG സ്കൂളിലെ വിദ്യാർത്ഥിനികളെ, വില്യാപ്പള്ളിയിലെ നാട്ടുകാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ടീം വില്യാപ്പള്ളി ഈ പരിപാടിക്ക് വിളിക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് പരിപാടി? ഇവരോട് പറഞ്ഞു, വില്യാപ്പള്ളി MG സ്കൂളിൽ പരീക്ഷാ സമയത്ത് ഞങ്ങളുടെ കുട്ടികൾ കോപ്പി അടിക്കുന്നു എന്ന് വിവരം കിട്ടി. ആരോഗ്യം വന്ന് പരിശോധന നടത്തി. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുട്ടികളെല്ലാവരും പഠിച്ച് പാസ്സായി. നിങ്ങളുടെ മക്കൾ ആദരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിപാടി സംഘടിപ്പിക്കുകയാണ്. സാറ് വന്നത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ സംഘടിപ്പിച്ച ഈ അനുമോദന ചടങ്ങ് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി പ്രഖ്യാപിക്കുക. മറ്റൊന്ന്, ഞാനത് പരിശോധിക്കുന്നത്, ഞാൻ കാണുന്നത് ഒരു ധർമ്മത്തിൻ്റെ വിജയം എന്നുകൂടിയാണ്. ധർമ്മം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്നെ സംബന്ധിക്കുന്ന ധർമ്മം എന്താണ്? എൻ്റെ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒന്ന് കൈക്കൂലി വാങ്ങുക, മറ്റൊന്ന് ആരെയും കള്ളക്കേസിൽ പ്രതിയാക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ധർമ്മം നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ധർമ്മ നിയമം എന്തൊക്കെയാണ്? അത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ പറഞ്ഞു, എല്ലാ കുട്ടികളിലും വിജയിച്ചു, കുറേ കുട്ടികൾക്ക് A+ കിട്ടി, നല്ല കാര്യം. പക്ഷേ ഈ പറഞ്ഞ സ്കൂളുകളിൽ പഠിച്ചിട്ട്, നമ്മുടെ MG സ്കൂൾ മാത്രമല്ല, കേരളത്തിൽ ഒത്തിരി സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ പഠിച്ചിട്ട് പരാജയപ്പെട്ട ആളുകൾ നമ്മൾ അവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഞങ്ങളെ പോലീസ് സംവിധാനം തോറ്റ ആളുകൾക്ക് ഒരു കൈത്താങ്ങായിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പരിപാടിയുടെ പേര് ഹോപ്പ് എന്നാണ്, HOPE. ഞങ്ങൾ തോറ്റ കുട്ടികളെയാണ് ഏറ്റെടുക്കുന്നത്. എല്ലാവർക്കും അവസരം ഒരേപോലെയാണ്. ഈ അവസരം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് സംബന്ധിച്ചിട്ടാണ് ഒരാളുടെ വിജയം അല്ലെങ്കിൽ പരാജയം നിശ്ചയിക്കപ്പെടുന്നത്. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ മാതാപിതാക്കൾ, അധ്യാപകർ അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ട്. MG സ്കൂളിനെ സംബന്ധിച്ചിട്ട് ശരിയായിരിക്കാം. അടിക്കടി ദൈനംദിനം പോലീസ് കൈകാര്യം ചെയ്യുന്ന കേസുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഞാനിപ്പോൾ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളിവിടെ ഉണ്ട്, ടീം വില്യാപ്പള്ളിയുടെ കൂടെ. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചില ആളുകൾക്ക് പറയാൻ കഴിയും, ചിലർക്ക് പറയാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ചിട്ട് ഗുണം എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി ശ്രദ്ധ, അടുത്തതെന്താണ്? വിനയം, അടുത്തതെന്താണ്? അനുസരണ. ഇങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. ഒരു വിദ്യാർത്ഥികളുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. രണ്ടാമത്, ഒരു വിദ്യാർത്ഥികളുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അനുഗ്രഹം നമ്മൾ സാധാരണ എല്ലാ സ്കൂളിലും പോകുമ്പോൾ പറയും, സംസാരിക്കുമ്പോൾ പറയും, മാതാ, പിതാ, ഗുരു, ദൈവം. അപ്പോൾ 4 അനുഗ്രഹങ്ങളായി. മാതാവിൻ്റെ അനുഗ്രഹം വേണം വിദ്യാർത്ഥിക്ക്, പിതാവിൻ്റെ അനുഗ്രഹം വേണം, അത് കഴിഞ്ഞിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം വേണം, 4ാമതായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. മാതാ, പിതാ, ഗുരു, ദൈവം. ഈ 4 അനുഗ്രഹങ്ങൾ കൊണ്ടാൽ ഒരു വിദ്യാർത്ഥി അയാളുടെ ജീവിതം പൂർണ്ണമാക്കുമോ? അത് പരിശോധിക്കപ്പെടേണ്ട കാര്യം. ഞാൻ സൂചിപ്പിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ 4 ഗുണങ്ങൾക്ക് ശേഷം
സമൂഹ ശ്രേഷ്ഠന്മാരുണ്ട്, സമൂഹത്തിൽ ശ്രേഷ്ഠന്മാരായ ആളുകൾ. എൻ്റെ മുമ്പിൽ ആളുകളൊക്കെ ഇരിപ്പുണ്ട്, എന്നേക്കാൾ പ്രായമുള്ള ആളുകളുണ്ട്, ഈ വേദിയിലുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ശ്രേഷ്ഠന്മാരായ ആളുകളുടെ അനുഗ്രഹം ആ വിദ്യാർത്ഥിക്ക് വേണം. അപ്പോൾ 5ാമത്തെ അനുഗ്രഹമായി. അടുത്തത് 6ാമത്തെ അനുഗ്രഹം. ഇവിടെ സൂചിപ്പിച്ചു, MJ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഇവിടെ ജയിച്ചത്. അവരെ ആദരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് വില്യാപ്പള്ളി ടീമിൻ്റെ സംഘടന ഒരു സംഭവം, ഇവിടുത്തെ ഒരു പരിപാടി ഒരുക്കിയത്. അപ്പോൾ MJ സ്കൂളിൻ്റെ അനുഗ്രഹം വിദ്യാർത്ഥികൾക്ക് വേണം. അപ്പോൾ 6ാമത്തെ അനുഗ്രഹമായി. ഇനി അടുത്ത അനുഗ്രഹം എന്താ? അടുത്ത അനുഗ്രഹം ആ സ്ഥലത്തിൻ്റെ, വില്യാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അനുഗ്രഹം. ഞാനിപ്പോൾ ജനിച്ചു വീണ സ്ഥലം, ഞാൻ ആരായിക്കൊള്ളട്ടെ, ഞാൻ ജനിച്ചു വീണ സ്ഥലത്ത് എന്നെ കണ്ട്, എന്നെ ലാളിച്ച, എന്നെ എടുത്ത് വളർത്തിയ, എന്നെ അനുഗ്രഹിച്ച ആളുകളാണ് ഞാൻ ആരാണ് എന്ന് എന്നെ വിലയിരുത്താൻ അർഹരായിട്ടുള്ളത്. അപ്പോൾ ഈ 7 അനുഗ്രഹങ്ങളോടൊപ്പമാണ് ഒരു വിദ്യാർത്ഥി അയാളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ജീവിതം യാഥാർത്ഥ്യമാക്കാൻ, ശ്രേഷ്ഠമാക്കാൻ നമ്മൾ നേടിയെടുക്കേണ്ട അനുഗ്രഹങ്ങൾ. ഈ ഞാൻ സൂചിപ്പിച്ചത്, ഈ നാട്ടിൽ, ഈ കോഴിക്കോട് താമരശ്ശേരി എന്ന സ്ഥലമുണ്ട്. ആ താമരശ്ശേരിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ താമരശ്ശേരിയെ പറ്റി ആദ്യം കേൾക്കുന്നത് യശസ്വരനായ കുതിരവട്ടം പപ്പു ഒരു സിനിമയിൽ വന്നിട്ടാണ്. താമരശ്ശേരി ചുരം നമ്മളെല്ലാം കണ്ടതാണ് സിനിമ. കണ്ട ആളുകളുണ്ടാകാം, ഇല്ലാത്ത ആളുകളുണ്ടാകാം. ആ സ്ഥലത്തുണ്ടായ സംഭവവാസങ്ങൾ, ആ സ്ഥലത്തിന് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ, കാരണം കേരളത്തിലെ ആളുകൾ, ഒത്തിരി ആളുകൾ പ്രവാസി ലോകത്ത് ജീവിക്കുന്നുണ്ട്. മലയാളികൾ സാധാരണ പറയാറുണ്ട്, മലയാളികളില്ലാത്ത ലോകത്ത് ഒരു രാജ്യവുമില്ല, ഒരു മൂലയുമില്ല. ആ സ്ഥലത്ത് ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ കൂടി താമരശ്ശേരിയെ കുറിച്ചിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതേപോലെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ, അവരുടെ ചെയ്തികൾ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കൊടുവള്ളി സംബന്ധിച്ച് പറയുമ്പോൾ പ്രയാസം വരും. വന്നാൽ എനിക്കൊന്നുമില്ല, എന്നാലും പറഞ്ഞേ തീരൂ. ചില മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞു കാണും, ഒരു കേസുണ്ട്, അവരുടെ തട്ടിക്കൊണ്ടുപോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടിയുടെ വാപ്പ വന്നപ്പോൾ ചോദിച്ചു, കുട്ടിയുടെ ജോലി എന്താ? ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, കുഴൽപ്പണം ഏർപ്പാടാണ്. ഓരോ ദിവസവും കുഴൽപ്പണ ഏർപ്പാടിൽ ഒരാൾ വെളിയിൽ നിൽക്കുന്നു, പ്രവാസി ലോകത്ത്, ഒരാൾ നാട്ടിലുണ്ട്. ഇങ്ങനെ കുഴൽപ്പണം ബിസിനസ് നടത്തി ഉണ്ടാക്കിയ തർക്കങ്ങളൊടുവിൽ സ്വന്തം മകൻ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാണ്. പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു, ആ സ്ഥലത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കൊടുവള്ളി അല്ലെങ്കിൽ താമരശ്ശേരിയിലുള്ള വിദ്യാർത്ഥികൾ, ആ സ്ഥലത്ത് ഇപ്പോൾ ഈ കുട്ടിയോടൊപ്പം ജയിച്ച വിദ്യാർത്ഥികൾ ഏത് ലോകത്ത് പോയാലും, രാജ്യത്ത് പോയാലും, താമരശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ ആളുടെ മനസ്സെന്ത് വരും? സ്വന്തം ഉമ്മയെ കൊല്ലപ്പെടുത്തിയ ഒരു വിദ്യാർത്ഥിയുടെ ആ സ്ഥലത്ത് വന്ന ആളാണെന്ന് ആ ലോകം കാണും. കൊടുവള്ളി എന്ന് പറഞ്ഞാലോ, കുഴൽപ്പണ തട്ടിപ്പിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ. ഇത് പറയുമ്പോൾ ചില ആളുകൾ, മാതാപിതാക്കൾ, അവരെ ബിസിനസ് ചെയ്യാന്നാണ് പറഞ്ഞത്. ബിസിനസ്, വാട്ട് ഈസ് ബിസിനസ്? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തില്ല. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ കൊടുവള്ളി, താമരശ്ശേരി, അതേപോലെ വില്യാപ്പള്ളി ആകരുത് എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിവിടെ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു, നിങ്ങളുടെ കുട്ടികൾ അനുമോദിച്ചു, നല്ല കാര്യം. പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ നിന്ന് അവരുടെ ജീവിതം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ വില്യാപ്പള്ളിക്കാരനാണ് എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെക്കുറിച്ചിട്ട് ജനങ്ങളുടെ മനസ്സിൽ, ഈ ലോകത്തിൻ്റെ മനസ്സിൽ ഒരു നല്ല ചിത്രമുണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ സംഘടിപ്പിച്ച ഈ അനുബന്ധ ചടങ്ങ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ധർമ്മത്തെക്കുറിച്ച് പറയാൻ. നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ ധർമ്മ വിജയം നിങ്ങളിവിടെ ആഘോഷിച്ചു.
കാലാവസ്ഥ പോലും മാറി നിൽക്കുകയാണ്. നിങ്ങൾ സംഘടിപ്പിച്ച ഈ സംഗതികൾ നല്ല കാര്യം തന്നെ. നിങ്ങളുടെ കുട്ടികൾ വളർന്ന് വലുതായി നല്ല ഭാവി പൗരന്മാരാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊന്ന്, ഈ തോറ്റ ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയാതെ വയ്യ. കാരണം എന്താ, SLCക്ക് തോറ്റിട്ട് ചുമടെടുത്ത് ജീവിച്ച് അയാളുടെ ജീവിതം കരുപ്പിടിപ്പിച്ച് IPS വാങ്ങി ഞങ്ങളുടെ സർവീസിലുള്ള ഞങ്ങളുടെ ADGP മിസ്റ്റർ P. വിജയൻ IPS. അയാൾ ഈ പറഞ്ഞ പോലെ SLC തോറ്റ ആളാണ്. അപ്പോൾ വിജയം എന്നുള്ള സംഗതിയില്ല. ഒരു മനുഷ്യന് അവസരമെല്ലാം ഒരേപോലെയാണ്. അവൻ എന്ത് നേടണം, എന്താകണമെന്ന് തീരുമാനിക്കേണ്ടത് അയാൾ തന്നെയാണ്. അയാൾക്കുള്ള എല്ലാ സംഗതികളും അവസരങ്ങളും രാജ്യത്തുണ്ട്. നന്നായി ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് കരുപ്പിടിപ്പിക്കാൻ പറ്റൂ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. പരാജിതരെയും ഇവിടെ വിജയിച്ച് ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഞാൻ ഈ കൊടുവള്ളിയെക്കുറിച്ച് പറഞ്ഞു, താമരശ്ശേരിയെക്കുറിച്ച് പറഞ്ഞു. ഇതേപോലെ തന്നെ വില്ലാപ്പള്ളിയെ സംബന്ധിച്ചും നിങ്ങൾ പരിശോധിച്ചാൽ മതി. നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നത് ഒരു നെറികേടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതിരിക്കുക. എനിക്ക് നിങ്ങളുടെ കയ്യടി മേടിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ അറിയാം. എനിക്ക് നിങ്ങളുടെ കയ്യടി വാങ്ങിയിട്ട് എൻ്റെ ജീവിതം മുതൽക്കൂട്ടാനൊന്നുമില്ല. പക്ഷേ നിങ്ങളെന്നെ വിളിച്ചു, സന്തോഷം. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടേ പറ്റൂ. ഞാൻ പറയണത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ നിങ്ങൾക്ക് തന്ന ആ കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കൂടിയാണ് ഞാനിങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ പറയേണ്ടി വന്നത് എന്ന് മാത്രം എടുത്താൽ മതി. അവിടെ KMCC പറയുമ്പോൾ സാർ ഞങ്ങളവിടെ ബാക്ക് ഡ്രോപ്പ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മൊബൈലിലൊക്കെ ഫോൺ നമ്പർ ഉണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ ഓർത്ത് വെക്കാവുന്ന നമ്പർ പോലും ഓർത്ത് വെക്കുന്നില്ല. ഇപ്പം നമ്പർ ഞാൻ പറയാം, എല്ലാവരും ഏറ്റവും പറഞ്ഞേ പറ്റും. 9497 again 97 again 9794. ഓർക്കാവുന്ന കാര്യമേ ഉള്ളൂ. 10 നമ്പറുണ്ട്. 9497979794. ഈ നമ്പറിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വിളിച്ചു പറയുക. ഞങ്ങൾക്ക് കേസ് പിടിക്കാന്നുള്ളതല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സമൂഹത്തിനെല്ലാം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ പറയേണ്ട എന്ന് കരുതിയെങ്കിലും മനസ്സിലിങ്ങനെ തികട്ടി വന്നുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഷഹബാസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഷഹബാസിൻ്റെ കാര്യം 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടീനെ കൂടെ പഠിച്ച ആളുകൾ ഉപദ്രവിച്ച കേസ് എന്തുകൊണ്ടെങ്കിലും സംഭവിച്ചു. അവിടെയാണ് ഈ ധർമ്മത്തിൻ്റെ കാര്യം, അവിടെയാണ് അനുഗ്രഹത്തിൻ്റെ കാര്യം. മാതാപിതാ ഗുരു അനുഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിലെങ്കിലും സംഭവിക്കുമോ? പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. ഞാൻ അടുത്ത കേസ് പറഞ്ഞു, ഉമ്മയെ കുത്തിക്കൊന്ന കേസ് പറഞ്ഞു. നിരവധി കേസുകൾ പറയാനുണ്ടാവും. ഇത് നിങ്ങളെ പറഞ്ഞ് നെഗറ്റീവാക്കാനല്ല, പക്ഷേ നമ്മുടെ സമീപത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ടലിനെക്കുറിച്ച് പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പോലീസിനെ സഹായിക്കണം എന്നുകൂടി കണ്ടാണ് ഈ നമ്പർ പറഞ്ഞത്. നിങ്ങളുടെ സമയം മഴ മാറി നിന്നു. ഈ മഴ വരാൻ വേണ്ടി ഞാൻ സംസാരിച്ച് മഴ വരുത്തുന്നുള്ള ആക്ഷേപം എൻ്റെ തലയിൽ എടുക്കാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടി പറയണം എന്ന് കരുതിയിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടീം വില്ലാപ്പള്ളിക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയിക്കും. IPS അവറുകൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ തിരക്കിനിടയിലും ഇങ്ങനൊരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ കുട്ടികളെ അനുഗ്രഹിക്കാനും അവരോട് ആശംസകൾ അറിയിക്കാനും എത്തിച്ചേർന്ന നമ്മുടെ സ്നേഹോപഹാരം നൽകുകയാണ്. അത് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട KE നല്ലൊരു കയ്യടി എല്ലാവരും കൊടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങിൽ ഏറെ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി KE ബൈജു IPS അവറുകൾക്കുള്ള ടീം വില്യാപ്പള്ളി നൽകുന്ന ഉപഹാരമാണ് എല്ലാ അംഗങ്ങളും ചേർന്ന് വേദിയിൽ വെച്ച് നൽകുന്നത്.
ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന സ്കൂൾ മാനേജർ അബ്ദുൾ അസീസ് കപ്പീറ്റവിട, PTA പ്രസിഡന്റ് യൂനുസ് മലാറമ്പത്ത്, പ്രിൻസിപ്പാൾ അബ്ദുറഹിമാൻ കളമുള്ളതിൽ, ഹെഡ് മാസ്റ്റർ ഷംസുദ്ദീൻ, VHSC പ്രിൻസിപ്പാൾ ഷരീഫ്, സ്റ്റാഫ് സെക്രട്ടറി ഷഫീഖ് എന്നിവർ ചേർന്നാണ് ബഹുമാനപ്പെട്ട ബൈജു IPS അവറുകളിൽ നിന്നും ടീം വില്യാപ്പള്ളി നൽകുന്ന ഉപഹാരം ഏറ്റുവാങ്ങുന്നത്. നല്ലൊരു കയ്യടി പ്ലീസ്, എല്ലാവരും കൂടെ ചേർന്ന്. നമ്മുടെ പ്രിയപ്പെട്ട ഉപഹാരം ഏറ്റുവാങ്ങേണ്ട വിദ്യാർത്ഥികൾ കൂടെ സാന്നിധ്യം അരുളുന്ന വളരെ പ്രൗഢമായ ചടങ്ങാണ്. കഴിഞ്ഞ ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ 1200 മാർക്ക്, നല്ല കയ്യിൽ വരട്ടെ, 1200 മാർക്കും സ്കോർ ചെയ്ത് വില്യാപ്പള്ളിയുടെ അഭിമാന നക്ഷത്രമായി മാറിയിട്ടുള്ള അംന ഫാത്തിമക്കുള്ള ഉപഹാരമാണ് ബഹുമാനപ്പെട്ട ബൈജു സാർ നൽകുന്നത്. നിറഞ്ഞ കയ്യടോടുകൂടി നമുക്കിതിനെ പ്രോത്സാഹിപ്പിക്കണം. നാളെയുടെ പ്രതീക്ഷകളിൽ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഏറെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ചില മുഹൂർത്തങ്ങളാണ്. നിറഞ്ഞ കയ്യടി പ്ലീസ്, വൺസ് അഗൈൻ പ്ലീസ്. താങ്ക് യു. വില്യാപ്പള്ളി MJ ഹൈസ്കൂളിലെ ഞാൻ വില്യാപ്പള്ളി MJ ഹൈസ്കൂളിനെ എൻ്റെ വിദ്യാലയം എന്നാണ് എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. എൻ്റെ വിദ്യാലയത്തിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും, അവർക്ക് ഉന്നത വിജയം നേടാൻ സഹായിച്ച എല്ലാ അധ്യാപകരെയും അധ്യാപികമാരെയും ഇങ്ങനെ ഒരു ജനകീയമായ പരിപാടിയിൽ വെച്ച് ആദരിക്കാൻ തീരുമാനിച്ച, ഭൂരിഭാഗവും ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. ടീം വില്യാപ്പള്ളിയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ, നിങ്ങളുടെയൊക്കെ ഒരു അധ്യാപകനാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്ത് എന്ന മഹിതമായ ഒരു സ്ഥാപനം സ്ഥാപിക്കുവാൻ വേണ്ടി വില്യാപ്പള്ളി MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിദ്യാലയത്തിൻ്റെ സ്ഥാപനത്തിനും പിന്നീടുള്ള മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കും കരുത്തു പകർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ വില്യാപ്പള്ളിയിലെ മനുഷ്യസ്നേഹികളായ മൺമറഞ്ഞു പോയ എല്ലാ മനുഷ്യരുടെയും ഓർമ്മകൾക്ക് നിങ്ങൾ നൽകുന്ന ഒരു വലിയ ആദരവാണ് ടീം വില്യാപ്പള്ളി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാ കുട്ടികളോടും ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന ആദരവ് കേവലം വ്യക്തിപരമായ ഒരു ആദരവല്ല, വില്യാപ്പള്ളിയിലെ പൊതുസമൂഹം നിങ്ങൾക്ക് കൈമാറുന്ന ഒരു വലിയൊരു സാമൂഹികമായ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇന്ന് സമ്മാനമേറ്റ് വാങ്ങുന്ന എല്ലാ കുട്ടികളും നാളെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സ്നേഹത്തിന് വേണ്ടി, സമുദായ ഐക്യത്തിന് വേണ്ടി, മതേതര ബോധത്തിന് വേണ്ടി, ജനാധിപത്യ ബോധത്തിന് വേണ്ടി, മനുഷ്യ സ്നേഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രതിബദ്ധമായ ജീവിതം നയിക്കുമെന്ന ഒരു പ്രതിജ്ഞയുമായിരിക്കണം ഇവിടെയുള്ള എല്ലാ കുട്ടികളും തിരിച്ചു പോകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു പരിപാടിയിൽ സംബന്ധിക്കാനും കഴിഞ്ഞതിൽ വില്യാപ്പള്ളി MJ ഹൈസ്കൂളിലെ ഒരു പൂർവാധ്യാപകൻ എന്ന നിലയിലുള്ള എൻ്റെ സന്തോഷവും അഭിമാനവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളാണ് നാളെ നാടിനെ നയിക്കേണ്ടത്. എന്നിരുന്നാലും എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. നിങ്ങൾ സ്നേഹമുള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, സമൂഹത്തോട് കൂറും ബാധ്യതയും ഉള്ളതായിരിക്കണം. ഉമ്മറപ്പടിയിൽ നിന്ന് നമ്മൾ വിളിക്കുമ്പോൾ വിയർപ്പ് കണങ്ങൾ സാരി തുമ്പുകൊണ്ട് തുടച്ച് നമ്മുടെ വിളിക്ക് പുഞ്ചിരി തൂകി വരുന്ന അമ്മ പ്രവാസി ജീവിതത്തിലേക്ക് നല്ല ഷർട്ടും പാൻറ്റും വിട്ടിറങ്ങി മനസ്സ് വിങ്ങിപ്പൊട്ടുമ്പോഴും പുഞ്ചിരി തൂങ്ങി നമ്മോട് ടാറ്റ പറയുന്ന നമ്മുടെ അച്ഛൻ, ഇവരെ നാം കൂട്ടിച്ചേർക്കണം, ഇവരെ നാം സ്നേഹിക്കണം, നമ്മുടെ സ്നേഹം അവർക്ക് കൊടുക്കണം. ഒരിക്കൽ ഗാഢപ്രണയത്തിലായിരുന്ന ഒരു കാമുകനോട് പറഞ്ഞു, എനിക്ക് നിന്റെ അമ്മയുടെ കരൾ വേണമെന്ന്. കാമുകൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി അരയിൽ കരുതി വെച്ച കഠാര കൊണ്ട് ആ നെഞ്ച് കുത്തിപ്പിളർന്ന് ഹൃദയം കവർന്നെടുത്ത് കാമുകിയുടെ അടുക്കിലേക്ക് നടന്നു പോകുമ്പോൾ ആ കാമുകന്റെ കാല് കല്ലിൽ തട്ടി കീറി.
ആ കരൾ ചോദിച്ചു, മകനെ നിനക്ക് വേദനിച്ചോ? അതാണ് ഒരു അമ്മയുടെ സ്നേഹം. നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ബെസ്റ്റി നിങ്ങളുടെ അമ്മയും അച്ഛനും ആകണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉത്തമ പൗരന്മാരായി വളരണമെങ്കിൽ, രാജ്യത്തോട് കടപ്പാടുള്ള ആൾ വളരണമെങ്കിൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങളുടെ അയൽവാസിയെയും നിങ്ങളുടെ നാടിനെയും സ്നേഹിച്ചു വളരണം. ഇതായിരിക്കണം നിങ്ങൾ മാതൃകയാവേണ്ടതും. ഇന്നത്തെ പോലത്തെ ഒരുപാട് കുട്ടികൾ നമ്മുടെ പല വഴിക്കും നീങ്ങുന്നുണ്ട്. പല വഴിക്കും ചെറിയ മക്കൾ പോലും ലഹരിയുടെ കാരിയറായി പ്രവർത്തിച്ച് നേരത്തെ നമ്മുടെ സൂപ്രണ്ട് സാർ പറഞ്ഞതുപോലെ വളരെയധികം വഴിതെറ്റി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അതിന് മാത്രമേ നമ്മുടെ രാജ്യത്തിന് നിങ്ങൾ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിക്കണം. സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. മാൻ സംരക്ഷിക്കപ്പെടേണ്ട, ഇന്ത്യ ഗവൺമെന്റ് സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. എന്നാലും ആ മാൻകൂട്ടം, ഒരു മാൻ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് ചീറിപ്പാർഞ്ഞു വന്നാൽ നമ്മൾ അതിനെ തടുക്കും, നമ്മൾ അതിനെ ചെറുക്കും, നമ്മൾ എന്ത് ചെയ്യും? അതിനെ പിടിച്ചു കെട്ടി നമ്മൾ അധികൃതരെ ഏൽപ്പിക്കും എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കപ്പെടുന്നു, ഒരു കാര്യം കൂടി ഞാൻ കടമെടുക്കുന്നു. വാൽമീകി മഹർഷിയുടെ ഒരു വാക്ക്, മാനിഷാദ. കുട്ടികളെ, നിങ്ങൾ വിജയം നേടിയത് അഭിനന്ദനമാണ്. നിങ്ങൾക്ക് ടീം വില്യാപ്പള്ളിയുടെ വകയിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ബഹുമാന്യനായ റൂറൽ SP കെ ബൈജു IPS അവറുകളും KP ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓണർ ആൻഡ് ഡയറക്ടർ മിസ്റ്റർ KP മുഹമ്മദും ചേർന്ന് നൽകുന്നു. സദസ്സിലുള്ള ആളുകൾ ഒന്ന് കൈയടിച്ച് ഈ ചടങ്ങിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്രയും കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും അനുമോദനം കൊടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ടീം വില്യാപ്പള്ളിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്ത ടീച്ചേഴ്സിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരുപാട് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വലിയ ഭാവി ഉണ്ടാകട്ടെ, വലിയ കരിയറിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വില്യാപ്പള്ളിയുടെ പ്രിയപ്പെട്ട യൂനുസ്, ഷംസു കുറുളി എന്നിവരാണ്. പ്രിയപ്പെട്ട ടീം വില്യാപ്പള്ളിയിലെ അംഗങ്ങളായിട്ടുള്ള യൂനുസിനെയും ഷംസു കുറുളിയെയും കൂടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 10th B-യിലെ കുട്ടികൾ വില്യാപ്പള്ളിയിലെ വിദ്യാഭ്യാസ, ജീവകാരുണ്യ, സാംസ്കാരിക പ്രവർത്തന മേഖലകളിൽ B-യിലെ ക്ലാസുകൾക്കുള്ള ആദരവാണ് നൽകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അതിഥി സുനിൽ അപ്പാസൻസ്, ഷംസു കുറുളി എന്നീ ബഹുമാന്യ വ്യക്തിത്വങ്ങളാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. MJ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിക്കരികിൽ എത്തണമെന്ന് അറിയിക്കുകയാണ്. സൈക്കോളജിസ്റ്റ് ഷഫ്ന വേദിയിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അടുത്തത് 10th D ആണ്. 10th C-യിലെ ഉപഹാര സമർപ്പണം മിസ്റ്റർ സലാഹ്. താങ്ക് യു അഷ്റഫ് B and KK Khalid and thank you everybody. 10th D-യിലെ കുട്ടികൾ തയ്യാറായി നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുന്നു.
ക്ലാസ്സിലെ കുട്ടികളാണ് ഏറ്റുവാങ്ങേണ്ടത്. നമുക്ക് കഴിയുന്നതും കാലവർഷം ശക്തി പ്രാപിച്ചു വരികയാണ്. 10th E ക്ലാസ്സിനുള്ള ഉപഹാര സമർപ്പണമാണ്. യാറ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ അഷ്കർ മുഹമ്മദ് ആണ് ഈ ചടങ്ങിന്റെ അതിഥി. വേദിയിൽ നിന്നും ഇറങ്ങേണ്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ട അഷ്കർ മുഹമ്മദ്, മാനേജിംഗ് ഡയറക്ടർ യാറ ഗോൾഡ് വടകര. നൗഷാദ് കുറ്റിപ്പുറത്ത് ഫോട്ടോ സെഷനാണ്. കടത്തനാട് മാർബിൾസ് മാനേജിംഗ് ഡയറക്ടർ കുഞ്ഞിമൂസ എച്ച്. H ക്ലാസ്സിലെ കുട്ടികളാണ് അടുത്ത ഉപഹാരം ഏറ്റുവാങ്ങേണ്ടത്. കുട്ടികൾ ഒന്ന് വേദിയിൽ എത്തിച്ചേരണം. ഉപഹാരം സ്വീകരിച്ച കുട്ടികൾ അടുത്തത് 10th J ക്ലാസ്സിലെ കുട്ടികൾ സെറ്റായി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. മക്കള് ഉപഹാരം കുറച്ചൊന്ന് പിടിച്ചോ. ഫോട്ടോ സെഷനാണ്, ഫോട്ടോയിൽ കാണണം. 10th J ക്ലാസ്സിലെ കുട്ടികൾ പ്ലീസ് തയ്യാറായി. J ക്ലാസ്സിലെ ഉപഹാരങ്ങൾ വിതരണം ചെയ്യുന്ന നമുക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അത്തന്റെ ഇവിടെ J ക്ലാസ് കുട്ടികളാണ് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അത്തന്റെ ഇവിടെ ഷാനവാസ്. ഉപഹാരങ്ങൾ നിൽക്കുന്ന വിദ്യാർത്ഥികൾ കാണും. ബാക്ക് റോയിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം വിതരണം ചെയ്യുകയാണ്. ഫോട്ടോ സെഷനാണ്. തണൽ വില്യാപ്പള്ളി പ്രസിഡന്റ് ഏറെ പ്രിയപ്പെട്ട RK അബ്ദുല്ല ഹാജിയാണ് 10th L ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം നടത്തുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് അനുഗമിക്കും. ക്ലാസ് ടീച്ചർ ജാബിർ കെയും ഈ വേദിയിൽ സന്നിഹിതനാകും. ക്ലാസ് ടീച്ചർ ജാബിർ കെ അവർക്കുള്ള പ്രത്യേക ഉപഹാരം വേദിയിൽ വെച്ച് നൽകുകയാണ്. നല്ലൊരു കയ്യടി എല്ലാവരും. മഴ ചോർന്നല്ല. ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണമാണ്. സിൻസാറുൽ ഹഖ് ഹുദവി വേദിയിൽ എത്തിച്ചേരുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കാം.
വാഗ്മീയതയുടെ പ്രസാദ മധുരവും വാഗർത്ഥങ്ങളുടെ ആശയ ഗിരിമയുമായി മലയാളക്കരയിലെ പ്രസംഗവേദികളിൽ നിറസാന്നിധ്യമായി നിലാവിന്റെ സാന്ത്വനമായി പാൽപുഞ്ചിരിയുമായി നമ്മെ സന്തോഷിപ്പിക്കുന്ന ഏറെ ബഹുമാനനായ സിംസാറുൽ ഹഖ് ഹുദവിയെ ടീം വില്യാപ്പള്ളിക്ക് വേണ്ടി, വില്യാപ്പള്ളിയിലെ പൗരാവലിക്ക് വേണ്ടി ഞാൻ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ലഭിച്ച സൗഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോട്ടോ സെഷൻ ലഭിക്കുന്നു. ഏറെ ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്, സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. എല്ലാവരും നിറഞ്ഞ കയ്യടിയോടുകൂടി പ്ലീസ്. SSLC പരീക്ഷയിൽ 788 കുട്ടികൾ പരീക്ഷ എഴുതി. 788 കുട്ടികളും പാസ്സായി. 159 ഫുൾ എ പ്ലസോടുകൂടി വിദ്യാഭ്യാസ ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷിയാവുന്നത്. 10th N ക്ലാസ്സിലെ കുട്ടികളും അവാർഡ് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞു. സിംസാറുൽ ഹഖ് ഹുദവി ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മനോഹരമായ പ്രൗഢമായ മലയാള പ്രസംഗ കലയിലെ നിറസാന്നിധ്യം സിംസാറുൽ ഹഖ് ഹുദവി അവരുടെ നല്ല മഴ പെയ്യുന്ന സമയം ഇത്രയും ജനസാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ ഒരു സദസ്സ് നമ്മുടെ വിദ്യാർത്ഥിനികൾ കൈവരിച്ച വിദ്യാഭ്യാസ പുരോഗതിയെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും നമ്മുടെ ഭാരവാഹികൾ കാണിച്ച ഈ ഒരു സന്മനസ് അഭിനന്ദനാർഹമാണ്. വിദ്യാർത്ഥികളുടെ വിജയം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിലാദ്യം നമ്മൾ ആശംസ അറിയിക്കുന്നത് അവരുടെ അധ്യാപകർക്കാണ്. സാധാരണഗതിയിൽ കുട്ടികളുടെ പരാജയം അധ്യാപകരുടെ തോളിൽ വെച്ച് കെട്ടുകയും വിജയം അത് കുട്ടികളുടേത് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യപ്പെടുക പലയിടത്തും കാണാറുണ്ട്. നമ്മൾ തീർത്തും അധ്യാപകരുടെ കഠിനാധ്വാനം, നമ്മുടെ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം ഇതൊക്കെ ഒരേപോലെ മാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ടീച്ചിങ് മറ്റ് ഒരു ജോലിയെക്കാളും ഏറ്റവും ഹൈലി കോമ്പറ്റേറ്റീവ് ആൻഡ് ചാലഞ്ചിങ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ ഉന്നത വിജയം നേടിയത് അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വെളിച്ചമായി മാറണം. അക്ഷരങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയിൽ നിന്നാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, ദിസ് ഈസ് എ ടൈം. നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം, പഠനം, കരിയർ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയും കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് നിങ്ങളൊരു കരിയർ പ്രൊഫഷണൽ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് നമ്മുടെ മാതാപിതാക്കളോടുള്ള അഭേദ്യമായ കടപ്പാട് മറന്നു പോവാതിരിക്കുക. അധ്യാപകരോട്, അധ്യാപികമാരോട്, നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിനോട്, നമ്മുടെ നാടിനോട് അവരോടുള്ള കടപ്പാടും മറക്കാതിരിക്കുക. അതിനപ്പുറം വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഫോർ ദ സേക്ക് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മളൊരു കരിയറിന് വേണ്ടി പഠിക്കുക എന്നതിനപ്പുറം നോളജ്, ലോകത്തെ ഏറ്റവും വലിയ വിവരം എന്നത് മനുഷ്യൻ എന്തിനിവിടെ വന്നു, ആരും ഇങ്ങോട്ട് പറഞ്ഞയച്ചു, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ലൈഫ്, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ലൈഫ്, ഇത് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. നമ്മൾ വിചാരിക്കും നല്ല 5-10 ഡിജിറ്റ് ശമ്പളം വാങ്ങിക്കുന്ന പ്രൊഫഷനിലേക്ക് എത്തുന്നതാണ് വിദ്യാഭ്യാസമെന്ന്. ഒരിക്കലുമല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ അറിവ് എന്ന് പറയുന്നത് അവൻ്റെ സെൽഫ് ഐഡൻറ്റിറ്റിയാണ്. ഞാൻ ആരാണ്, whom I, where did I come from, who created me, where I'm going to, what is the duty I have to look after. ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നതിനപ്പുറം ചോദ്യങ്ങളിൽ ഏറ്റവും വലിയ ചോദ്യം, the biggest question is the question of our existence. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം. യുക്തിരാഹിത്യവും അല്ലെങ്കിൽ യുക്തിചിന്തയും എന്നൊക്കെ നമ്മൾ പല പേരുകളിൽ വിളിക്കുകയാണെങ്കിൽ പോലും മനുഷ്യന്റെ അസ്തിത്വവും നമ്മൾ എന്തിനിവിടെ വന്നു, who created the world, nothing can come out of nothing. There should be some prime cause behind every action and every effect. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാമാന്യ കോമൺ സെൻസ് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചും മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള
ആഴത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് എന്നോടും, ഞാൻ അധ്യാപകനാണ്, എൻ്റെ വിദ്യാർത്ഥിനികളോടും സഹപ്രവർത്തകരായ അധ്യാപകരോടും ഒക്കെ ഉണർത്തി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും അഭിനന്ദനങ്ങളും നമ്മുടെ മക്കൾക്ക് നേർന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറുടെ അസാന്നിധ്യത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ഷഫീഖ് ഏറ്റുവാങ്ങുന്നത് സിംസാറുൽ ഹഖ് ഉദവി അവരുടെ കൈകളിൽ നിന്നും ഷഫീഖ് ഏറ്റുവാങ്ങും.